Meet the editors. ചോദ്യം ഇതാണ്: കൊടിയ കുംഭകോണം നമുക്ക് ആദ്യം ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തുടങ്ങാം. എന്താണ് കെ എസ് പരിപൂർണൻ കമ്മീഷൻ ശബരിമലയിലെ ഈ വലിയ ക്രമക്കേടുകളെക്കുറിച്ച് 2007 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്? പ്രേക്ഷകർ ഓർമ്മിക്കണം, അന്ന് UDF ഭരണകാലം കഴിഞ്ഞ് 2007 ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ശബരിമലയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പരിപൂർണൻ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് വരാം. വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അന്ന് പറഞ്ഞത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. അന്ന് UDF ഭരണകാലത്താണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്രമക്കേടുകളാണ് അന്വേഷിച്ചതെങ്കിൽ ഇപ്പോഴും അതിൽ പറഞ്ഞ പലതും നടപ്പിലാക്കപ്പെടാതെ തുടരുന്നു എന്നതാണ് വാസ്തവം. കണ്ഠര് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധിയിലോ അറിവില്ല. ഓർമ്മിക്കണം, അന്ന് തന്ത്രി മോഹൻ കണ്ഠരായിരുന്നു പ്രതിസ്ഥാനത്ത്. ശോഭാ ജോൺ കേസിൽ, കുപ്രസിദ്ധമായ കേസിൽപ്പെട്ട് തന്ത്രി മോഹൻ കണ്ഠരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. അതിനുശേഷം മോഹൻ കണ്ഠരെ തിരിച്ചെടുക്കണം എന്ന വിചിത്രമായ ഒരു ദേവപ്രശ്നം വരുന്നു. ഇവിടെ ജി പരിപൂർണൻ കണ്ഠര് മോഹനെ വിളിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾക്ക് ഗായത്രി മന്ത്രം അറിയാമോ? അറിയില്ല. താങ്കൾക്ക് സംസ്കൃതത്തിൽ പരിജ്ഞാനമുണ്ടോ? ഇല്ല. താങ്കൾക്ക് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എന്തെങ്കിലും പരിജ്ഞാനമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ തന്ത്രിയായി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ കൊടുത്തുള്ളൂ എന്നതാണ് പുറത്തു വന്ന വിവരം. അത് ഞാൻ താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമാണ്. അന്ന് മുതൽ ഈ തന്ത്രി പദവിക്ക് പുറത്താണ് മോഹൻ കണ്ഠര്. കണ്ഠര് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധിയിലോ ഒരറിവുമില്ല. ബോർഡിലെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. ഇപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം റിപ്പോർട്ടുകൾ വരാറുണ്ട്. വിജിലൻസ് റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നു. നിയമനങ്ങൾ, സ്ഥലം മാറ്റം, ശർക്കര കരാർ, തേങ്ങലേലം എന്നിവയിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നിഗമനം. ഓർമ്മിക്കണം, അത് UDF കാലത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും അതിന് തൊട്ടു മുമ്പുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ചുമുള്ളതായിരുന്നു. 79 ശുപാർശകൾ പരിപൂർണൻ കമ്മീഷനിലുണ്ടായിരുന്നു. ഏറ്റവും നിർണായകമായത്, നടപ്പിലാക്കാതെ പോയത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലൊന്ന് രാഷ്ട്രീയം ഒഴിവാക്കി ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ജയകുമാറിനെ നിയമിച്ചു. എന്നാൽ അതിനു മുമ്പുള്ള നിയമനങ്ങൾ നോക്കൂ, എല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി കൂറുള്ളവരായിരുന്നു. ഒരിടത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണെങ്കിൽ മറ്റൊരിടത്ത് പത്മകുമാർ, ഒരിടത്ത് വാസു ആണെങ്കിൽ മറ്റൊരിടത്ത് G രാമൻ നായർ. നിയമനങ്ങൾക്ക് റിട്ടയർഡ് ജഡ്ജി ചെയർമാനായ ഒരു പ്രത്യേക ബോർഡ് വേണം, ശബരിമല മേൽനോട്ടത്തിന് പ്രത്യേക കമ്മിറ്റി വേണം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇവിടെയാണ് സ്മൃതി ഒരു സംശയം ഉണ്ടാവുന്നത്. അന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ റിപ്പോർട്ട് തുടർന്നു വന്ന സർക്കാരുകൾ ഗൗരവപൂർവ്വം പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ കൊടി അഴിമതിയിലേക്ക്, അത് കൊടിമരത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിലാവട്ടെ, UDFൻ്റെയോ LDFൻ്റെയോ കാലത്തുള്ള ദേവസ്വം ബോർഡുകളാവട്ടെ, അതിനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഈ പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിനെയൊക്കെ തുടർന്ന് വന്ന സർക്കാരുകൾ അവഗണിച്ചതല്ലേ യഥാർത്ഥത്തിൽ ഈ കൊടിയ കുംഭകോണങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? സ്മൃതി, ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ചേർന്നിട്ടാണ് എന്നതിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്ത്രിയാണ് ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ എന്നതിലേക്ക് പല വിവരങ്ങളായി പുറത്തു വരികയാണ്. തന്ത്രി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിലെ ഈ കൊടിമരത്തിന്, നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് കൊടിമരമാണല്ലോ. കൊടിമരത്തിന് കേടുപാടുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് 400 വർഷം വരെ നിൽക്കാവുന്ന രൂപത്തിലുള്ള തേക്കാണ് എന്നാണ് ആദ്യം തന്നെ അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് 47 വർഷമാകുമ്പോഴേക്കും അത് കേടുവരുന്നത് എന്നുള്ളതാണ്. അത് കോൺക്രീറ്റിൻ്റെ സ്ലാബുകളൊക്കെ ഇളകി അതിൻ്റെ കമ്പികളൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് അവിടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ഇവിടെ അന്വേഷണം നടക്കുമ്പോൾ കോടതിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന അമിക്കസ് ക്യൂറി ASP കുറുപ്പും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരേണ്ട രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വാജിവാഹനം കൈമാറുന്നത്. വാജിവാഹനം ആ രൂപത്തിൽ കൈമാറിക്കൂടാ എന്ന് തന്നെ കൃത്യമായി അതിൻ്റെ എന്താ പറയുക ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വാജിവാഹനം ഉരുക്കി, ആ ലോഹം ഉരുക്കിയ ശേഷമാണ് തന്ത്രിക്ക് കൈമാറേണ്ടത്. പറഞ്ഞ ആ ഭാഗത്ത്, അതായത് ഈ എന്തുകൊണ്ട് വാജിവാഹനം കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ആ ഉത്തരവ് നമുക്കത് പ്രേക്ഷകരെ ഒന്ന് കാണാം. 2012 ദേവസ്വം കമ്മീഷന്റെ ഉത്തരവാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നോക്കൂ, വളരെ കൃത്യമായി 2012 ദേവസ്വം കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് എന്താണ്?
ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ്. സ്മൃതി, അഡ്വക്കേഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയാണോ വാജിവാഹനം എന്നുള്ളതാണ് ചോദ്യം. അബ്സല്യൂട്ട്ലി 100% അങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം ഉത്സവം തുടങ്ങുന്ന സമയം മുതൽ ആറാട്ട് വരെ ദേവൻ ഇരിക്കുന്ന വാഹനമാണ് ഈ വാജിവാഹനം. അപ്പോൾ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട വസ്തുവാണ്, ഭൗതിക വസ്തുവാണ് ഈ വാജിവാഹനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാജിവാഹനം പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്നുള്ളതാണ് കൃത്യമായ ഉത്തരവ്. അത് 2012 ഉത്തരവാണ്. 2012 ദേവസ്വം കമ്മീഷന് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഇങ്ങനെയൊരു ഉത്തരവ് പറഞ്ഞിരിക്കെ 2017 കൊടിമരം മാറ്റുന്ന സമയത്ത് ഈ അഷ്ടദിക്പാലകരെയും ഇപ്പോൾ കാണുന്ന ഈ നമ്മളുടെ വാജിവാഹനവും എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് മാറ്റിയത് ആരാണ്? അത് കൊടുത്തതാർക്കാണ്? അത് കൊടുത്തത് കണ്ഠര് രാജീവർക്ക്. കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് ആവശ്യപ്പെട്ടത് തന്ത്രിയാണ്. അതെ, തന്ത്രി ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് UDF കാലത്ത് അന്ന് നിയമിതമാണ്. അതിന് കൂടെ രാഘവനും ഉണ്ട് കേട്ടോ. നമ്മൾ ഇവർ രണ്ടുപേരുടെ മാത്രം പേര് പറഞ്ഞാൽ പോരാ. അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗമായിരുന്ന രാഘവൻ, അജയ് തറയിൽ UDF അന്നത്തെ അംഗം, അതേപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ UDF കാലത്ത് നിയമിതനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അഡ്വക്കേഷൻ ഉത്തരവ് വളരെ കൃത്യമായിരിക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് ഇത് കൊടുക്കാൻ കഴിയുക? ഇന്ന് നമ്മൾ അജയ് തറയിലൂടെ സ്മൃതി പരുത്തിക്കാട് ചോദിക്കുമ്പോൾ അജയ് തറയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉരുണ്ട് കളിക്കുകയാണ്. അജയ് തറയിൽ പറയുന്നു, അങ്ങനെ ഒരു ഉത്തരവിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അത് എങ്ങനെയാണ് പറയാൻ പറ്റുക? പത്മകുമാറിന് ഇങ്ങനെ പറഞ്ഞൂടെ? പത്മകുമാറിന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ അത് സ്വർണം പൂശിയതായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ പൂശിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പത്മകുമാറിനെ നമ്മൾ കുറ്റവിമുക്തനാവുക? പത്മകുമാറിനെ തനിക്കറിയാത്തൊരു കാര്യത്തിൻ്റെ പുറത്ത് കുറ്റക്കാരനാക്കുകയും അജയ് തറയിൽ ആ പരിരക്ഷ കൊടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടോ ഇവിടെ, ആൻഡോ? അല്ല, ഈ ശബരിമലയിൽ നിന്ന് എന്ത് അഴിച്ചു മാറ്റിയാലും അവിടുന്ന് എടുത്തു മാറ്റിയാലും അത് പോയിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ദേവസ്വം സ്ട്രോങ് റൂമിലാണ്. അപ്പം ഈ പറഞ്ഞ വാജിവാഹനായാലും അഷ്ടദിക്പാലരുടെ ശില്പങ്ങളായാലും അവിടുന്ന് പറകളായാലും ഈ പറയുന്ന അതിൽ നിന്ന് മാറിയ സ്വർണ്ണമായാലും മണികളായാലും എല്ലാം ഇരിക്കേണ്ടത് സ്ട്രോങ് റൂമിലാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാൻ തയ്യാറാക്കി അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നു. എന്നിട്ട് ആ സാധനം എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്? എനിക്ക് തന്നുള്ളത് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുന്നു. അവകാശപ്പെട്ടാണെന്ന് പറയുമ്പോൾ വേറെ ഒരു രേഖകളും നോക്കുന്നില്ല, നേരെ എടുത്ത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കണ്ഠര് രാജീവർ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇപ്പം ഇത്രയും നാൾ നമ്മൾ പറയുന്നത് എന്താണ്? 400 വർഷത്തിലധികം നിൽക്കാൻ പറ്റിയ ഒരു കൊടിമരം 45 വർഷം കൊണ്ട് മാറ്റുകയാണ്. എന്താണ് അപ്പം പറയുന്നില്ല, കോൺക്രീറ്റിലുണ്ടാക്കിയ കൊടിമരമാണ്. അപ്പോൾ കോൺക്രീറ്റിലുണ്ടാക്കിയ കൊടിമരത്തിൻ്റെ അടിഭാഗം നമ്മൾ കാണുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലാരിറ്റിയോടുകൂടി വിഷ്വൽസ് ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സാധനമാണ് എടുത്തിട്ട് ഈ പറയുന്ന പൊളിച്ചിട്ട് പുതിയ കൊടിമരം സ്ഥാപിക്കുക. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർണ്ണം അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വലിയ വാല്യൂ ആണ്. അയ്യപ്പനിരുന്ന വാജിവാഹനാണ്. അയ്യപ്പനിരുന്ന വാജിവാഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണ്? ഈ പറഞ്ഞ ആറാട്ട് തുടങ്ങി ഈ പറഞ്ഞ ഉത്സവം തുടങ്ങി ആറാട്ട് വരെയുള്ള സമയങ്ങളിൽ മുഴുവൻ അയ്യപ്പനിരിക്കുന്ന വാജിവാഹനത്തിൻ്റെ മുകളിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തില്ല ആ സമയത്ത്. അപ്പോൾ ആ വാജിവാഹനം ഇത് കൊടുക്കുന്ന സമയത്ത് ഒന്നും രേഖയുണ്ടെന്നുള്ളതാണ്. ഒരു സാധനവും കൈമാറരുത് എന്ന് രേഖ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ പറയുന്ന എന്താണ് ഈ ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ് എന്നിരിക്കുന്ന സമയത്താണ് ഇതെടുത്ത് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആൻറ്റോ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നമ്മൾ പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, ധ്വജപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, അഥവാ ധ്വജ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, ഇതാണ് അതിന് മുമ്പുള്ള 18-ാം പടിയിൽ മഞ്ജലോഹംപതി എന്ന ചിത്രങ്ങളാണ്. ഇതാണ് ധ്വജപ്രതിഷ്ഠ സമയത്തുള്ള ദൃശ്യങ്ങൾ. അഷ്ടദിക്പാലകരെ മാറ്റുന്നു, അതിനുശേഷം നടക്കുന്ന ദൃശ്യങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ ഉണ്ടായിരുന്നു, ഫോണിക്സ് ഗ്രൂപ്പ് എന്നുള്ളതായിരുന്നു. ഈ സ്പോൺസർ ഫോണിക്സ് ഗ്രൂപ്പാണ് 3,20,00,000 തുക ഈ കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത്. ആ ഫോണിക്സ് ഗ്രൂപ്പ്സ് നൽകിയ കണക്കിനെ കുറിച്ച് ഈ ധ്വജപ്രതിഷ്ഠാ ഗ്രന്ഥം പറയുന്നുണ്ട്. ആ ഫോണിക്സിൻ്റെ MD കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഗോപികൃഷ്ണ പതിബന്ധ CMD ഫോണിക്സ് ഗ്രൂപ്പ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാനത് വായിക്കാം. ധ്വജപ്രതിഷ്ഠാ ഗ്രന്ഥമാണ്, അതായത് കൊടിമര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അന്ന് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരിടത്ത് പറയുന്നു,
പണം മുടക്കിയാൽ 10 ഇരട്ടി പ്രചരണം നടത്തുന്ന സ്പോൺസർമാരുടെ കാലത്ത് താൻ അതിനായി മുടക്കിയ കോടികളുടെ കണക്ക് ഒരിടത്തും പറയാതെ, ഒരു മാധ്യമ പബ്ലിസിറ്റിക്കും ശ്രമിക്കാതെ, ഭഗവാന്റെ ഏതൊരു ഭക്തനെയും പോലെ ഭഗവാന്റെ മുമ്പിൽ ആയിരങ്ങളിൽ ഒരുവനായി തൊഴുതു നിൽക്കുക മാത്രം ചെയ്തതാണ് ഈ ഗോപികൃഷ്ണ പ്രതിബന്ധവും ഒപ്പം തന്നെ ഫോണിക്സ് ഗ്രൂപ്പിലെ മറ്റൊരു സഹോദരനും. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇന്നത്തെ കാലത്ത് നാലാൾ തങ്ങളുടെ പ്രൗഢി അറിയാൻ ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് വലിയ അക്ഷരത്തിൽ ആ മഹനീയത എഴുതി വെച്ച് തൃപ്തിയാകുന്നത് പോലെ ഇടയിൽ വേറിട്ട അനുഭവമാണ് ഈ സഹോദരങ്ങൾ. ഭഗവാന്റെ സ്വർണ്ണധ്വജത്തിന് ആവശ്യമായ കോടിക്കണക്കിന് തുക ഇരുചെവി അറിയാതെ വഴിപാടെന്നപ്പോൾ ചിലവഴിച്ച ഫോണിക്സ് ഗ്രൂപ്പ്, ഭഗവാന്റെ ഭക്തസാന്നിധ്യങ്ങളിൽ ഫോണിക്സ് ഗ്രൂപ്പ് ഉടമകളെക്കാൾ കേമന്മാരായ ധനാഢ്യനുണ്ടായേക്കാം എന്ന ലെവലിൽ സന്നദ്ധരായി വരുന്നവരിൽ നിന്ന് ആരാണ് ഇതിന് പണം മുടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോണിക്സ് മാത്രമല്ല, മറ്റ് ധനാഢ്യന്മാരും അവിടെയുള്ള ഭക്തജനങ്ങളും ഈ കുടത്തിൽ വരെ സ്വർണവും വെള്ളിയും ഈ പണവും നിക്ഷേപിച്ചിരുന്നു. എന്നാൽ നോക്കൂ, നമ്മൾക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൽ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെതായിട്ട് കൊടുത്തിരിക്കുന്ന പണത്തെക്കുറിച്ച് മാത്രമേ സൂചനയുള്ളൂ. ഈ പിരിച്ച പണത്തെക്കുറിച്ച് ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. പിയാസുനിൽ ഇവിടെയാണ് ഒരു സംശയം ഉണ്ടാവുന്നത്. 3,20,00,000 രൂപ ഫോണിക്സ് ഗ്രൂപ്പ് പിരിച്ചു കൊടുത്തത് രേഖകളിൽ കാണുന്നു. എന്നാൽ ഇതിനോടനുബന്ധിച്ച് നടന്ന വലിയ പിരിവ്, അതിൽ സിനിമാ താരങ്ങൾ കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചൊരു രേഖയുമില്ല. ഇപ്പോൾ പുറത്തു വന്ന സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കുംഭകോണത്തിൻ്റെ കഥയാണോ നമ്മൾ കൊടിമരത്തിൻ്റെ അല്ലെങ്കിൽ ധ്വജ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്, വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട്, അഷ്ടദിക്പാലകരുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിയാസുനിൽ ഈ 2.5 കോടിയിലധികം രൂപ പുറത്ത് പിരിച്ചു എന്നാണ് പറയുന്നത്. ഈ ഫോണിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3,20,30,000 രൂപയാണ് ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിലിട്ടത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഈ കൊടിമരം നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം കുറേ പൈസ ബാക്കി വന്നു. ആ പൈസ ഏതാണ്ട് 13 ലക്ഷത്തോളം രൂപയാണ്. അതിൽ 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്തിരുന്നു കൊടിമരം നിർമ്മിക്കുന്നതിനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള പൈസ കൂടി ദേവസ്വം അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്താണ് പുറത്തുപോയി പൈസ പിരിച്ചിരിക്കുന്നത്. അതാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ സിനിമാ നടന്മാരുടെ കയ്യിൽ നിന്നടക്കം പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസ പിരിക്കാൻ നേതൃത്വം നൽകിയവരാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധികളൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു വലിയ മാഫിയയാണ്. ഇത് ശബരിമല എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു യഥാർത്ഥത്തിൽ. അതാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. അത് എത്രത്തോളം പോകുമെന്നും നമുക്കറിയില്ല. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടുവാണ് നമ്മൾ. കാരണം ഒരു കാര്യവുമില്ലാതെ ശബരിമലയിലെ ഒരു കൊടിമരം അങ്ങ് മാറ്റി സ്ഥാപിക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നത് ഇനി അന്വേഷിക്കണം. അപ്പോൾ ഒരു കോൺക്രീറ്റ് പാളിയിൽ ഒരു സാമാന്യമായി ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിവരമെങ്കിലും വേണ്ടേ? ഒരു കോൺക്രീറ്റ് ഉറുമ്പരിച്ചു പോയെന്ന് പറയുകയാണ്. ഒരു കോൺക്രീറ്റ്, അത് നമുക്ക് തന്നെ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം സ്ട്രോങ് ആണ് അതിൻ്റെ ഒരു ഭാഗങ്ങളെന്ന് നമുക്ക് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊടിമരം മാറ്റുകയാണ്. അതിനുവേണ്ടി അവിടെ ഒരു ദേവപ്രശ്നം വയ്ക്കുന്നു, ഉടൻ തന്നെ കൊടിമരം മാറ്റുന്നു, പൈസ പിരിക്കുന്നു, സ്പോൺസേഴ്സ് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ശബരിമലയിൽ കാലാകാലങ്ങളായി തുടരുന്ന വലിയ തട്ടിപ്പിൻ്റെ മറ്റൊരു രൂപമാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ തന്ത്രി എന്ന് പറയുന്ന ഒരാൾ ശബരിമലയുടെ രാജാവായിരിക്കുന്നു. തന്ത്രിയെ ആ ഒരു മാഫിയ സംഘത്തിൻ്റെ രാജാവ്, തന്ത്രിയുടെ സേവകരായി ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു വലിയ കൂട്ടുകച്ചവടമായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്. കൊടിയ കുംഭകോണമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് വാജിവാഹനത്തിൻ്റെയും പിന്നെ കൊടിമരത്തിൻ്റെ പേരിൽ നടന്ന പിരിവ്, അഷ്ടദിക്പാലകർ എവിടെ എന്ന ചോദ്യം. പക്ഷേ ഇനി 18-ാം പടി അടക്കം സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി വരാൻ പോകുന്നു. 98 മുതലുള്ള കഥയാണ് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊടിയ കുംഭകോണത്തിൻ്റെ വാർത്തകളാണോ ഇത്? കൊടിയ കുംഭകോണം തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള സാമ്പത്തിക ഇടപാടിലെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഇടത് വലത് എന്നൊന്നുമില്ല. ആ തരത്തിൽ ആ സഖ്യം എപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അറിയേണ്ടത്. അതിലേക്കാണ് എത്തേണ്ടത്. ഇപ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പുറത്തു വന്ന വാർത്തകളിലും ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലും ഒക്കെ തന്നെയും ഇത് കൊടിമരം മാറ്റാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് അത് കോടതിയിലേക്ക് പോകുന്നുണ്ട്. കോടതിയുടെ അനുമതിയോടുകൂടിയാണ് കൊടിമരം മാറ്റുന്നത്. അപ്പോൾ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോടതിയോട് പറയുന്നു അത്യാവശ്യമായി ഇത് മാറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഈ പറയുന്ന എലി കടക്കുന്നു, ചിതലരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കോടതി എന്താണ്, കോടതിയുടേതായ ഒരു അമിക്കസ് ക്യൂറിയെ അവിടെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്ന ആ അമിക്കസ് ക്യൂറിയും പ്രവർത്തിക്കുന്ന ഇവർക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഈ 2025 വരെയും ഉണ്ടായിരുന്ന ഒരു അമിക്കസ് ക്യൂറി ASP കുറുപ്പ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാജി വാഹനം കൈമാറുമ്പോൾ തന്ത്രി പറയുന്നു അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന്. എനിക്ക് എന്നല്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് സ്വയം പറയുകയാണ്. അത് കേട്ടതോടെ പ്രയാർ ഈ പറയുന്ന അമിക്കസ് ക്യൂറിയെ നോക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ കൊടുത്ത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച വാജി വാഹനം തന്നെയാണോ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. കാരണം വേറെ പലരും ഹൈദരാബാദിലോ ഏറ്റവും ഒരു ഭക്തന്റെ വീട്ടിൽ ഈ വാജി വാഹനം കണ്ടതായി പറയുന്നു. അത് അതേപോലെ ഉണ്ടാക്കിയ വേറൊരു വാജി വാഹനമാണോ എന്നറിയില്ല, യഥാർത്ഥ വാജി വാഹനം വിറ്റതാണോ എന്നറിയില്ല. അതിലേക്കൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ 2019 മുതലുള്ളതാണല്ലോ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, SIT അന്വേഷിക്കുന്നത്. SIT അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈ പറയുന്ന 2019 മുന്നിലേക്ക് അതിൻ്റെയും പഴയ കാലത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളതാണ്. പോറ്റി എന്ന ആൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന പത്മകുമാറും ഈ പറയുന്ന പ്രയാറിൻ്റെ കാലവും തമ്മിൽ, ഈ അജയ് തരൻ്റെ കാലവും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പത്മകുമാറിൻ്റെ കാര്യത്താണ്. കാരണം പത്മകുമാർ എഴുതി ഒപ്പിട്ട് എഴുതി മാറ്റിയ കാര്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. ചെമ്പുപാളി എന്നുള്ള മാറ്റി എഴുതിയതടക്കമുള്ള കാര്യങ്ങളുണ്ട്. മറ്റേത് ആ രൂപത്തിൽ രേഖാമൂലം ഇല്ലെങ്കിലും എങ്ങനെയാണ് അതിനെ കൂട്ടുനിന്നത്. ഇപ്പോൾ ഇന്ന് പോലും അജയ് തറയിൽ സംസാരിക്കും അല്ല, രേഖയില്ലാതെ ഞാൻ പറയുന്നത് മറ്റൊരു കടലാസ് കൊടുക്കരുതെന്ന് ഉത്തരവുള്ള സ്ഥലത്ത് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ ഇതിലേക്ക് വരുമ്പോൾ ഇതിലെ പ്രവർത്തനം എങ്ങനെയാണ്, ദേവസ്വം ബോർഡിന്റെ മാനുവൽ എങ്ങനെയാണ്, ദേവസ്വത്തിന്റെ ചട്ടങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല. ഓരോ ഭരണകാലത്തും അവർക്ക് പറ്റിയ ആൾക്കാരെ അവിടെ കൊണ്ടുപോകുന്നു. അവർക്ക് പറയാൻ പഴയ ഉത്തരവുകൾ അറിയില്ല. ഇപ്പോൾ പത്മകുമാറും പല കാര്യങ്ങളും തനിക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടില്ല, വാസുവും തനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ അറിയാത്ത ആൾക്കാരെ എന്തിനാണ് ഇത് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇത് 2012 ഉറപ്പായിട്ടും ഇയാൾക്ക് അറിയില്ലായിരിക്കാം. ഭയങ്കര ഭക്തിയോടെയാണ് തന്ത്രിയെ, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന തന്ത്രിയെ ഭക്തിയോടെയാണ് അജയ് തറയിൽ ഇപ്പോഴും കാണുന്നത്. ഇന്നത്തെ പ്രതികരണത്തിലും തന്ത്രി കുറ്റം ചെയ്ത അദ്ദേഹം കരുതുന്നില്ല. അതായത് ഈ പറയുന്ന കുറേ ചട്ടങ്ങളൊക്കെ പറയുന്നത്, ഈ തടി എങ്ങനെയാണ് അതിന്റെ കാര്യം പറഞ്ഞല്ലോ, തടി ചിത കൂട്ടി നശിപ്പിക്കണം. അതായത് ഇങ്ങനെ എടുത്ത് മാറ്റുന്നത്, തടി ചിത കൂട്ടി നശിപ്പിക്കണം. ലോഹമാണെങ്കിൽ ഉരുക്കി, അത് ലോഹം ഉരുക്കിയതിനു ശേഷം ഈ പറയുന്ന തന്ത്രിക്ക് കൊടുക്കണം. ഉരുക്കിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, വാജി അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വാജി വാഹനം ഇറക്കേണ്ടത് ഈ വിശ്വാസപരമായിട്ടാണെങ്കിൽ തന്ത്രി തന്നെയാണ് അത് പിടിച്ചിറക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്ത് പണിക്കാരെ കൊണ്ട് ഇറക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവയ്ക്കുകയാണോ കൊണ്ടുപോവുകയാണോ ഒന്നും അറിയില്ല. അപ്പോൾ എന്താണ് ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത്? ദേവപ്രശ്നം എന്ന് പറയുന്നത് ഭക്തർ വിശ്വാസത്തോടു കൂടി, ഇതുകൊണ്ടാണ് ഈ ഭക്തരെ പറ്റിക്കലാണല്ലോ. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ദേവപ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് മാറ്റമില്ല, അതിനനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ദേവപ്രശ്നം കളവായിരുന്നു എന്നാണ് തെളിയുന്നത്. അപ്പോൾ ഒരു ദേവപ്രശ്നമാണോ, പല ദേവപ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ദേവപ്രശ്നം എന്ന് പറയുന്നത് മുഴുവനായിട്ട് കളവാണോ? എന്തൊക്കെ സംശയിക്കാവുന്നേ. ഭക്തരെ ഏത് വിധത്തിലാണ് പറ്റിച്ചിരിക്കുന്നത്? ഭക്തരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂട്ടർ. നമുക്ക് ഞാൻ പിയാസണിലൂടെ പോയിട്ട് വരാം. പിയാസണിൽ ഇപ്പോൾ സ്മൃതി പറഞ്ഞതാണ്, ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ, ഇടത് വലത് കക്ഷി ഭേദമന്യേ അതിനകത്തൊരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് തുടർച്ചയായിട്ട് നടന്നു. ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടു. അപ്പോൾ പിന്നിലേക്ക് പോകുമ്പോൾ പിടിക്കപ്പെട്ടതിലും നമ്മൾ സാധാരണ പറയുമല്ലോ, പിടിച്ചതിലും വലുതാണ് അളയിലിരിക്കുന്നത്. അങ്ങനെയാണോ? കൊടിയ കുംഭകോണമാണോ? പണ്ട് പോലീസുകാർക്കിടയിൽ ഒരു കഥയുണ്ട്. അതായത് ജോലി ചെയ്യുമ്പോൾ ഈ സർവീസിനിടയിൽ ഒരു 2 വർഷമെങ്കിലും വാളയാർ ചെക്ക് പോസ്റ്റിൽ പണിയെടുക്കണമെന്ന്. കാരണം വാളയാർ ചെക്ക് പോസ്റ്റിൽ 2 വർഷം പണിയെടുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം പൈസ കിട്ടും. ഏതാണ്ട് അതുപോലെയാണ് ഈ ശബരിമലയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും ഈ ദേവസ്വം ബോർഡിലേക്ക് വരുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമെടുത്താലും. ഏതായാലും ഈ നമ്മൾ വരുന്ന കഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തന്ത്രിയെ വിധേയപ്പെട്ട് നിന്ന് ശബരിമലയിൽ നിന്ന് പരമാവധി അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റുക. ഇതാണ് ശബരിമലയിൽ കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ശർക്കര വാങ്ങുമ്പോൾ ശർക്കരയുടെ വിലയിൽ 1 രൂപ വ്യത്യാസം ഉണ്ടായാൽ ഏതാണ്ട് 50-60 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് വരിക. അപ്പോഴാണല്ലോ മറ്റേ തേങ്ങയുടെ ലേലം ചെയ്തതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരുന്നത്. 12 കോടി രൂപയ്ക്കും 9 കോടി രൂപയ്ക്കും ടെൻഡർ വന്നപ്പോൾ 9 കോടി രൂപയ്ക്കാണ് ടെൻഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഈ രീതിയിലാണ് ശബരിമലയിലെ എല്ലാ പ്രവർത്തനങ്ങളും. അവിടെ ഒരു മാഫിയ സംഘം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മാഫിയ സംഘങ്ങളുടെ ഒരു നേതാവായി തന്ത്രി പ്രവർത്തിക്കുന്നു. ആ തന്ത്രിക്ക് വിധേയപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നു. തന്ത്രിക്കപ്പുറത്ത് ആരുമില്ല. ഇതൊക്കെ താഴമൺ കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമേ ശബരിമലയിൽ തന്ത്രിയാവാൻ പറ്റൂ. അതൊരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇവർക്ക് ഈ കുത്തക നൽകിയത്? യഥാർത്ഥത്തിൽ ഇതൊക്കെ പൊളിച്ചെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.
ഇതൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നൊരു രാജ്യമാണ്. മാത്രമല്ല ഈ പൂജാവിധികൾ അറിയുന്നവർക്ക് പൂജാരിയാകാം. ഹിന്ദു വിശ്വാസികളായ പൂജാവിധികൾ അറിയുന്ന ആളുകൾക്ക് ആകാവുന്ന നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ യോഗ്യരായ തന്ത്രിമാരെ കൊണ്ടുവരണമെന്ന് ഈ താന്ത്രിക വിദ്യ അറിയുന്ന തന്ത്രിമാരെ കൊണ്ടുവന്ന് ശബരിമലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതായത് സ്ത്രീ വിഷയത്തിൽ ഉള്ള കേസുകൾ നേരിടുന്ന, ക്രിമിനൽ കേസുകൾ നേരിടുന്ന, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന, ശബരിമലയിൽ ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ നിൽക്കുന്ന തന്ത്രിമാരാണ് ശബരിമല ഭരിക്കുന്നത്. എങ്ങനെയാണ് ഈ ശബരിമലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക? പണ്ട് 5000 പേരും 6000 പേരും ഒക്കെയാണ് ഒരു ദിവസം ശബരിമലയിൽ വന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമലയിൽ വരുന്നത് ഓരോ ദിവസവും. അപ്പോൾ ആ നിലയിലേക്ക് ശബരിമല മാറുന്നു. ശബരിമലയെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ സമ്പത്ത്, അളവില്ലാത്ത സമ്പത്ത്, അത്രയും വരുമാനമാണ്, അത്രയും പൈസ വരികയാണ്. അപ്പോൾ ഈ പൈസ കണ്ട് തന്നെയാണ് പലരും അവിടേക്ക് പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയക്കാരായാലും. അപ്പോൾ ഈ ശബരിമലയിലെ ഈ പണം കണ്ട് പോകുന്ന ആളുകളെല്ലാം എങ്ങനെ അടിച്ചു മാറ്റാം, ഇതാണ് പലരുടെയും ലക്ഷ്യം. ഈ പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ശബരിമലയിലെ ഈ കേസൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്, ചില ഈ ജീവനക്കാരെ പിടിക്കുമ്പോൾ 10-20 ലക്ഷമൊക്കെയാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. അവരിങ്ങനെ പല ശരീരത്തിലൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ പല കഥകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത്. അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിൽ കൊണ്ടുവരുന്നു, വലിയ സ്വർണ്ണ മാഫിയ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെ ഒരു കൊടിമരം മാറ്റാൻ തീരുമാനിക്കുന്നു, അങ്ങനെ കൊടിമരത്തിന് ഒരു ദേവപ്രശ്നം വെക്കുന്നു, അത് ആ കൊടിമരം മാറ്റുന്നു, ആ കൊടിമരത്തിലെ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടാകാം, അതൊക്കെ പുറത്തു വരണം. പക്ഷേ കൊടിമരം മാറ്റി, ഒരു കാര്യവുമില്ലാതെ കൊടിമരം മാറ്റി. അവിടെ 18-ാം പടിയിൽ സ്വർണം മാറ്റി, ആ സ്വർണ്ണം ഉരുക്കി എത്ര പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ശബരിമലയിലുള്ള ആരൊക്കെ സംഭാവന ചെയ്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ആരൊക്കെയോ ശബരിമലയിൽ ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്, ആ സ്വർണ്ണമൊക്കെ ഒരുക്കി അവിടെ ഈ ദേവന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിൽ ഈ ഒരു വലിയ സംഘം എല്ലാം തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എത്രയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് കണ്ടെത്തണം. നോക്കി, ഈ അജയ് തറയിൽ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗമായിരുന്നു. ഈ ഒരു അംഗം എന്നുള്ള നിലയിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? അതായത് ഒരു രേഖയുമില്ലാതെ, ഒന്ന് താന്ത്രിക വിദ്യയിൽ പറയാത്ത കാര്യം ഒന്നും അറിയാതെ തന്ത്രിക്ക് അവിടുത്തെ ഈ വാജിവാഹനം എടുത്തങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അനുമതി, അന്നത്തെ പ്രസിഡൻ്റായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇവരൊക്കെ ഇതങ്ങ് കൊടുക്കുകയാണ്. ഈ രീതിയിലാണ് തന്ത്രി ഇവരങ്ങ് ഒരു ദേവന് തുല്യമാക്കി കാണുകയാണ്. അപ്പോൾ അത്രയും ഒരു ക്രിമിനലായ ഒരു തന്ത്രി ആണ് ശബരിമല ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും ആളുകളത് വിശ്വസിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തട്ടിപ്പും ശബരിമലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, ഈ 50 വർഷം മുൻപ് വരെ അന്വേഷണം കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇപ്പോൾ നടത്തിയ സ്വർണ്ണക്കൊള്ള അല്ലാതാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ UDF ഭരിക്കുന്ന കാലത്താണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കമുണ്ടായിരിക്കുന്ന, വിത്ത് പാകിയിരിക്കുന്ന UDF ഭരണകാലത്താണ്. ഈ UDF ഭരണകാലത്ത് വന്ന ആ ഒരു പാളിച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ച് വലിയൊരു തട്ടിപ്പായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇനി എന്തൊക്കെ പോയിട്ടുണ്ട് എന്നത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാം. ഏതായാലും പുതിയ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികളാണ് ശബരിമലയിൽ നിന്ന് വരുന്നത്. ഓക്കെ, കൊടിയ കുംഭകോണമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. തീർച്ചയായിട്ടും കൊടിയ കുംഭകോണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഈ പറയുന്നത് അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞതറിയോ? ഇത് കൊടിമരം പിന്നെ തീ കൂട്ടി കത്തിച്ച് കളയണം എന്നുള്ളതാണ്. അല്ല, വാജിവാഹനം ഉരുക്കി എന്ത് കൊടുക്കണം? തന്ത്രിക്ക് കൊടുക്കുകയാണെങ്കിൽ തന്ത്രിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, ആചാര്യന് കൊടുക്കണം. പക്ഷെ എന്താണെന്നറിയോ, ഈ ഊരായ്മ അവകാശം ഈ പന്തളം കൊട്ടാരത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ആർക്കാ? ഈ പറഞ്ഞ ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്താണ് ഈ ഊരായ്മ അവകാശ പ്രകാരമാണ് ഈ പന്തളം കൊട്ടാരത്തിനാണ് കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഊരായ്മ അവകാശം ആർക്കാണ്? ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ ഇത് ഉരുക്കി ദേവസ്വം ബോർഡിനാണ്. അതാണ് പറയുന്നത്. 2012 തന്നെ ഉത്തരവുണ്ട്. ഇതുപോലും അറിയാത്ത ആൾക്കാരാണ് ആ സംവിധാനത്തിൽ. ഇതറിയാഞ്ഞിട്ടല്ല എന്ന്, ഇതൊക്കെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അറിയാം. എന്താണ് ഇതിനൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു പ്രശ്നം എന്താണെന്ന് പറയുക, ശബരിമലയിൽ തന്ത്രീനെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഈ വാർത്ത വന്നതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ച എല്ലാവരും ഈ അടക്കം പറയായിരുന്നു അതിനെ കുറിച്ചിട്ട്.
അടക്കം പറയുന്നുള്ളൂ. തന്ത്രിനെ നമ്മളാണ് നമ്മളാണ് തുടങ്ങി വെച്ചത്. കാരണം തന്ത്രിനെ കുറിച്ച് അടക്കം പറയാം. തന്ത്രിനെ കുറിച്ച് പറഞ്ഞാൽ എന്തോ ഒരു ഹിന്ദു മതത്തിനെതിരാണെന്നും അല്ലെങ്കിൽ എന്താണ് ഈ ശബരിമലയ്ക്ക് എതിരാണെന്നും എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ പൊതുബോധത്തിൻ്റെ ബലത്തിലാണ് ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർമാരും ഹൈക്കോടതി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷനും ഒക്കെ പ്രവർത്തിക്കുന്നത് തന്ത്രി പറയുന്നത് കേട്ടിട്ടാണ്. അപ്പം തന്ത്രി പറയുന്നത് കേൾക്കുന്നത് പിന്നെ അത് അന്ന് ഇപ്പോൾ ഒരാൾ മാത്രമേ തന്ത്രി കേട്ടുള്ളൂ, ഒരാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാരാന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് തന്ത്രി കേട്ടു, ബാക്കി എല്ലാവരും തന്ത്രി പറയുന്നത് ബാക്കി എല്ലാവരും കേട്ടു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പറയും എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്താണ് ദേവപ്രശ്നം വെക്കുന്നു, അത് കിട്ടാനുള്ള വഴി ഉണ്ടാക്കുന്നു. അതാണ് നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 18ാം പടിയിൽ എന്താണ് പറയുന്നത്? 18ാം പടിയിൽ എന്താണ് 18ാം പടി കയറുമ്പോൾ കാല് തട്ടി മുറിഞ്ഞ് രക്തം വീഴുന്നതുകൊണ്ട് അതിന് ശുദ്ധീകരണ പ്രക്രിയ നടത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണു? അവസാനം മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഏത് ഈ പറഞ്ഞ പഞ്ചലോക വിഗ്രഹമൊക്കെ പഞ്ചലോകത്തിൽ ചെയ്ത സ്റ്റെപ്പും അതിനോട് സൈഡ് പാളികളും ഒക്കെ എടുത്ത് മാറ്റാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഇതിന് ഇവർ തന്നെ തീരുമാനിക്കുന്നു, ഇവർ തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് ആരാ ചോദിക്കുക? ഇതിനാരും ചോദിക്കാൻ പാടില്ല. അപ്പം ഈ നേരത്തെ ഇപ്പോഴാണ് ഈ അരിഞ്ഞൊക്കെ വന്നത് കേട്ടോ. ഇപ്പം അരിഞ്ഞ എന്തൊക്കെ ചോദ്യമായിരുന്നു 2 ആഴ്ച മുന്നേ. ആ അരിഞ്ഞ വാങ്ങിയിട്ടുണ്ടോ? ഈ അരിഞ്ഞ വാങ്ങിയിട്ടുണ്ടോ? അരിഞ്ഞ വാങ്ങാതെയാണോ പിന്നെന്താണ് തന്ത്രി അയ്യപ്പനോട് നേരിട്ട് അരിഞ്ഞ വാങ്ങിയാൽ മതി, ആർക്ക് കൊടുക്കണ്ട, ഈ ദേവസ്വം ബോർഡിന് കൊടുക്കണ്ട, എന്തൊക്കെയാണ് ഈ 2015, 16, 11, 12 കാലങ്ങളിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു അരിഞ്ഞയും വേണ്ട, ഒരു കഥയും വേണ്ട, ഒരു ചോദ്യം വേണ്ട. എന്താ ചോദിക്കുന്നതിനും പറയുന്നതിനും കാരണം എന്താ? കാരണം അത് UDF കാലത്തായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളിപ്പോൾ പറയുന്നത് അറിയോ? ഇത് വലിയ കൊള്ളയാണ്, ഈ കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഴയതിന് എടുത്തുകൊണ്ടിരുന്നത്. പഴയതാണേ വലിയ കൊള്ള, അതിൻ്റെ ഒരു വാലാണ് ഈ പുതിയ കൊള്ള. നേരത്തെ സുനിൽ പറഞ്ഞതാണ്. ഇപ്പോഴുള്ളതല്ല കൊള്ള. 2011 ഇതിന് മുൻപുണ്ട് കേട്ടോ. 98 കാലം തുടങ്ങി ഇത് ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് അറിയോ, ഈ വാജിവാഹനം ചെറുതായിരിക്കും. നോക്കിക്കോ, ഇത് അന്വേഷിച്ച് വന്നാൽ ഈ വാജിവാഹനം ചെറിയ കൊള്ളയായിരിക്കും, അതിന് വലിയ കൊള്ളേൻ്റെ ഭാഗമായിരിക്കും ഈ വാജിവാഹനം അടക്കമുള്ള സംവിധാനം. കാരണം എത്ര പല നമ്മൾ പണ്ടെന്ന് കേട്ടിട്ടില്ലോ, ആന്ധ്രയിൽ നിന്ന് പിന്നെ ആൾക്കാർ വരും, കന്നഡിയന്മാർ വരും, തമിഴ്നാട്ടിൽ തമിഴന്മാരും, ഇവരൊക്കെ ദേവനെ കൊടുക്കാൻ വേണ്ടി എന്താണ് സ്വർണവും പണവും ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് നോക്കാതെ കൊടുത്തിട്ട് പോവുകയാണ്. അതാണ് പറഞ്ഞത്, 3.5 കോടി രൂപ ഒരു കമ്പനി കൊടുക്കുന്നു അക്കൗണ്ടിൽ കൂടെ. മനസ്സിലായോ? എന്നിട്ട് ഈ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് മുഴുവൻ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു അയ്യപ്പ വിശ്വാസിയെ ഒരാളുടെ അടുത്ത് എന്നിട്ട് പറയാം, എനിക്ക് ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണക്കാരൻ്റെ അടുത്ത് എന്ന് പറയാം, നല്ല അയ്യപ്പ വിശ്വാസിയാണ്. നിങ്ങൾ ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയി നോക്കിക്കേ, ഓരോ വീടുകളിലും അയ്യപ്പനെ വെച്ച് പൂജാമുറി എന്ന് പറയുന്നത് ഈ MDൻ്റെ റൂമിനോട് ചേർന്ന് തുറന്നു വെച്ചിരിക്കുന്നതാണ് പൂജാമുറി. മനസ്സിലായി? അതിനകത്ത് അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ട് 3 നേരം ആരാധിക്കുന്ന ആൾക്കാരോട് ചെന്നിട്ട് പറയുകയാണ്, ഈ അയ്യപ്പൻ്റെ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തരണം. അവർ എടുത്തു കൊടുക്കുന്നത് ലക്ഷങ്ങളായിരിക്കും, ചിലപ്പോൾ കോടികളായിരിക്കും. ഇതൊന്നും കണക്കില്ല. ഈ പറഞ്ഞ ഫിനിക്സ് കമ്പനി ഫോണിക്സ് കമ്പനി മാത്രമാണ് 3.5 കോടി രൂപ കൊടുത്ത്, അതിൽ 18 ലക്ഷം രൂപ ബാക്കി വന്നു കേട്ടോ. മറ്റേന് കണക്കുമില്ല. അത് ഏത് കാലത്ത്? ഇതൊക്കെ നടക്കുന്നത് UDF കാലത്താണ്. ഇതൊക്കെ നടന്നത് UDF കാലത്താണ്. ഇത് നടക്കുമ്പോൾ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനുമാണ് കണ്ണും കൊണ്ട് കാണിച്ചു എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഉത്തരവ് 2012 ഇരിക്കുകയാണ്, ഒരു സാധനം കൊടുക്കാൻ പാടില്ല. പക്ഷെ അപ്പം പറയുന്നത് എന്താ? കണ്ണും കൊണ്ട് കാണിച്ചു, തന്ത്രിക്ക് കൊടുത്തോളാം. തന്ത്രിക്ക് കൊടുത്തു വിട്ടു. ഈ അഷ്ടദിക്പാലർ എവിടെ അറിയത്തില്ല. കൊടിമരന്മാരെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന പറ എവിടെ അറിയത്തില്ല. അത് അവിടെയുണ്ടോ അറിയില്ല. അതൊക്കെ ചിലപ്പോഴാണ് പറയട്ടോ. അത് ഇവർക്കൊന്നും ധാരണയില്ല. ഇവരായിരുന്നല്ലോ പ്രസിഡൻറ്റും മെമ്പർമാരൊക്കെ, ഇവർക്കൊന്നും ധാരണയില്ല. അത് ചിലപ്പോൾ ഞങ്ങൾ ഉരുക്കി പിന്നെ RBI വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉരുക്കി RBI വെച്ചേക്കെന്ന് പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്നത് അറിയോ, നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പിടിച്ചതിനേക്കാളും വലുതായിരിക്കും മാളത്തിലുണ്ടാവുക. പിടിക്കാൻ വേണ്ടി പോയിട്ടേ ഉള്ളൂ, അതിനകത്ത് ചെല്ലുകളായിരിക്കും വലുതുണ്ടാവാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, ഈ പിന്നെ തന്ത്രി ശരിക്കും പറഞ്ഞാൽ തന്ത്രീനെ ഇവരൊന്നും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് മാത്രം ഫിസിക്കൽ പെട്ടെന്ന് മനസ്സിലായ സാധനമാണല്ലോ ഈ പറഞ്ഞ വാജിവാഹനം. ഡയറക്റ്റ് വാജിവാഹനം എന്തിയെ? വാജിവാഹനം എൻ്റെ വീട്ടിലുണ്ട്. വാജിവാഹനം കൊണ്ടുപോകാൻ പാടുമോ? കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ വേണമെങ്കിൽ തിരിച്ചു തരാം, അത് നിയമത്തിനെതിരല്ലേ? നിയമത്തിനെതിരാ, എന്നാൽ കയറിക്കോ വണ്ടിയിൽ നിന്നുള്ളത്, അത്രയ്ക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പം എന്താണ്? 18ാം പടി കൊടിമരം, ഈ പറഞ്ഞ പറ, ഈ അഷ്ടദിക്പാലര്, ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇനി ഇങ്ങോട്ട് വരും. എങ്ങോട്ട്? പിന്നെ കൊപ്ര വിൽപ്പന, പിന്നെ നമ്മുടെ ശർക്കര വാങ്ങൽ, നെയ്യ്, ഇതിൻ്റെ അകത്ത് നമ്മുടെ തേങ്ങയ്ക്കകത്തുള്ള നെയ്യ് വേർതിരിക്കുന്നത്,
ഇതിനിടയിൽ നെയ് തട്ടിപ്പ് നടന്നു. ഇത് എത്ര സംവിധാനം അന്വേഷണത്തിന്റെ ഇടയിൽ നെയ് തട്ടിപ്പ് കേട്ടില്ലേ? 12 കോടിക്ക് വിൽക്കാൻ വെച്ച 13 കോടിക്ക് വിൽക്കാൻ വെച്ച കൊപ്ര 9 കോടിക്ക് കൊടുക്കാണ്. ചോദിക്കാനുമില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. അത് നമ്മുടെ ആളാണ് കൊടുത്തോളാൻ പറഞ്ഞാൽ അതിനു വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കുകയാണ്. ഞാനതാണ് പരിപൂർണ്ണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ക്ലാരിറ്റിയോട് കൂടി ഇതിനെല്ലാം ക്ലാരിറ്റി 75 നിങ്ങൾ ആ 75 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതിന് നടപ്പിലാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ പറയണം. 75 എണ്ണവും നടപ്പിലാക്കേണ്ടതാണ്. 75 എണ്ണം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് കോൺഗ്രസ് CPM BJP മാറ്റി നിർത്തിക്കോട്ടോ. ഇതിനകത്ത് അത് അങ്ങനെയല്ല അതിനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്. അത് കോൺഗ്രസ് കാണിച്ച ഭൂലോക മണ്ഡലത്തിൽ എന്ന് വിചാരിച്ചാൽ മതി. ഏത് അയ്യപ്പനെ കയറ്റിയ പോറ്റിയെ കയറ്റിയ എന്നൊക്കെ പാട്ടുണ്ടാക്കി ഇത് രാഷ്ട്രീയവൽക്കരിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംഘം നടത്തിയ വലിയ ഗൂഢാലോചനയാണ്. ഇത് ഒറ്റക്കെട്ടായി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരല്ല വേണ്ടത്. അതിന് പകരം ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2021 അന്നേരം LDFൻ്റെ പിന്നെന്താണ് LDFൻ്റെ ഗവൺമെൻറ്റല്ലേ ഭരിക്കുന്നത്, അവരുടെ ഭരണസമിതിയല്ലേ. ഇത് 2016 അല്ലെങ്കിൽ 17 ഇത് UDFൻ്റെ ഭരണസമിതിയല്ലേ. ഇതങ്ങനെയാണോ പറയേണ്ടത്? ഇതെന്താണ്? അയ്യപ്പൻ്റെ സ്വർണ്ണം കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വലിയ മാഫിയ ഇറങ്ങി തിരിച്ചിരുന്നു. ഈ മാഫിയൻ്റെ തലവനായിട്ട് തന്ത്രി ഇരിക്കുകയാണ്. അതിനെ വലിയ അന്വേഷണം നടത്തി ഇതിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയേണ്ടതല്ലേ? ആ സമയം അതിക്രമിച്ചിട്ടില്ലേ? കൊടിയ കുംഭകോണം തന്നെയാണെന്നുള്ളതാണ് എൻ്റെയും നിലപാട്. ഞാൻ 3 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ നേരിട്ട് വിഷയത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ദേവപ്രശ്നങ്ങൾ എന്നൊക്കെയുള്ളത് എത്രമാത്രം വലിയ തട്ടിപ്പുകളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ആദ്യം നടന്ന ദേവപ്രശ്നത്തിൽ ഈ മോഹൻ കണ്ട്രി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ ഒരു തന്ത്രിയെ തിരിച്ചെടുക്കണമെന്ന് ദേവൻ പറയുമെന്ന് ഈ ഇരിക്കുന്ന വിശ്വാസികൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ ഒരാളെ, അതും ഗായത്രി മന്ത്രം അറിയാത്തയാളെ, സംസ്കൃതം നേരെ ചൊവ്വേ അറിയാത്തയാളെ, വേദങ്ങളും ഉപനിഷത്തുകളും അറിയാത്തയാളെ, ഈ ചോദ്യങ്ങളുടെ മുന്നിൽ തല കുമ്പിട്ടിരുന്ന ഒരാളെ തന്ത്രിയായിട്ട് കൊണ്ടുവരണമെന്ന് ദേവന്റെ അനുജ്ഞ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രണ്ടാമത്തത് നോക്കൂ, ഈ ദേവപ്രശ്നവുമൊക്കെ നടക്കുന്നത് ഏതിനെയൊക്കെ ആധാരമാക്കിയ? ഈ തന്ത്രസമുച്ചയത്തെ ആധാരമാക്കിയാണല്ലോ. തന്ത്രസമുച്ചയം ഉണ്ടാവുന്നത് എന്താണെന്നറിയാമോ? 15-ാം നൂറ്റാണ്ടിലാണ്. അന്ന് സിമന്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനകത്ത് സംഭവിച്ചു പോയ കുഴപ്പം എന്താണെന്നറിയാമോ? സിമന്റ് കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ സിമന്റ് കണ്ടുപിടിച്ചാലേ കോൺക്രീറ്റ് ഉണ്ടാവത്തുള്ളൂ. തന്ത്രസമുച്ചയത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? മരം എന്നാ. തന്ത്രസമുച്ചയത്തിൽ എഴുതിയിരിക്കുന്ന മരം കൊണ്ട് നിർമ്മിച്ച കൊടിമരം എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ആ കൊടിമരം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചപ്പോൾ തന്ത്രസമുച്ചയത്തിൽ മാറ്റം വന്നില്ല. തന്ത്രസമുച്ചയം 15-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയും കോൺക്രീറ്റ് 20-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഒടുവിൽ എന്ത് സംഭവിച്ചു? അതൊരു പഴുതായിട്ട് കണ്ടിട്ട് ഈ മരത്തിലെ ജീർണത, മരത്തിൽ ചിതലിരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഈ തന്ത്രി അതേപടി ഈ കോൺക്രീറ്റ് മരത്തിൻ്റെ കാര്യത്തിൽ എടുത്ത് പ്രയോഗിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോൺക്രീറ്റ് ചിതലിരിക്കുമെന്ന് തന്ത്രസമുച്ചയം വെച്ച് എഴുതിയിരിക്കുക. ഇതാണ് അതിൽ പറ്റിയ അബദ്ധം. ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ ശുചീന്ദ്രത്ത് പോയി കൈമുക്ക് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കള്ളന്മാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷപ്പരീക്ഷ നടത്തുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പലതരത്തിലുള്ള ശസ്ത്രവിധി പ്രകാരം നടന്നിരുന്നു. പക്ഷേ ആധുനിക കാലത്ത് ഇതിനെല്ലാം മാറ്റി ശാസ്ത്രീയമായിട്ടാണ് നമ്മളിതെല്ലാം തെളിയിക്കുന്നത്. അപ്പോൾ ദേവപ്രശ്നം എന്നൊരു വലിയ ഉഡായിപ്പിൻ്റെ പേരിൽ നടന്നിരിക്കുന്നൊരു സംഭവമായിരുന്നു. അതിൻ്റെ സാധ്യതകളാണ് ഇവർ ഉപയോഗിച്ചത്. നേരായിട്ട് വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് എന്നുള്ളതാണ് ചില വിശ്വാസികൾ പറയുന്നത്. അത് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടിരിക്കട്ടെ. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കൂടുതൽ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് താഴ്വൺ തന്ത്രിക്ക് മാത്രം സമ്പൂർണ്ണ അധികാരമുള്ളത്? നേരത്തെ ചോദിച്ചതുപോലെ 2 പ്രധാനപ്പെട്ട തന്ത്രിമാർ ഈ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണ വിധേയരല്ലേ. ഒരാൾ ലൈംഗികാരോപണ കേസിൽ, മറ്റൊരാൾ ശബരിമലയിലെ തന്നെ അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്ത കേസിൽ അകത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കുടുംബത്തെ വിശ്വസിക്കാൻ പറ്റുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? അതുകൊണ്ട് ഈ തന്ത്രി പരീക്ഷയൊക്കെ പാസ്സായ ഒരുപാട് മിടുക്കന്മാരുണ്ട്. കൃത്യമായിട്ട് ദേവനെ പരിചരിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് PSC പരീക്ഷ മുഖാന്തരം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം, ഒരു ഓപ്പൺ പരീക്ഷ മുഖാന്തരം തന്ത്രവിദ്യയൊക്കെ പഠിച്ച ആളുകളെ ആ താന്ത്രിക വിദ്യയ്ക്ക് നിയോഗിക്കുകയാണ് വേണ്ടത്. ആമുഖമായി ഒന്ന് പറയട്ടെ. ഇനി ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കുംഭകോണത്തിൻ്റെ റൂട്ട് വേറെവിടെ കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ ലഘു ചരിത്രം ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നതും ഔട്ടാവുന്നതും ഏതൊക്കെ പീരീഡുകളിലാണെന്ന് ഞാൻ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നത് സമകാലിക ലേഖനം മലയാളത്തിലെ വന്നിരിക്കുന്ന ലേഖനം പ്രകാരം KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ആലപ്പുഴയിലൊരു നമ്പൂതിരിയാണ് ഇദ്ദേഹത്തെ ഒരു പരികർമ്മിയായിട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ദേവസ്വം ബോർഡ് ആരുടെയാണ്? G. രാമൻ നായർ, പുനലൂർ മധു, KB ശ്രീകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബോർഡാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുന്ന സമയത്തെ ദേവസ്വം ബോർഡിൽ, UDFൻ്റെ ദേവസ്വം ബോർഡ്. ശരി, ആ സമയത്തൊന്നും ഈ കൊള്ള സംബന്ധിച്ചൊരു കാര്യം പുറത്തു വന്നിട്ടില്ല. ഇയാളൊരു കീഴ്ശാന്തിക്കാരൻ മാത്രമായിരുന്നു, പരികർമ്മി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നാവുന്നത് 2004.
അത് കഴിഞ്ഞ് ഔട്ടാവുന്ന ഒരു കാലമുണ്ട്. ആ ഔട്ടാവുന്ന കാലം എന്ന് പറയുന്നത് 2006 ശേഷം ഇയാൾ താൽക്കാലികമായി ഔട്ടാവുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് അയാൾ ഇന്നാവുന്നുണ്ട്. ആ സമയത്ത് ഈ ബാംഗ്ലൂരുവിലുള്ള ശ്രീരാം ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജാരിയായിട്ട് വരുന്ന കാലം. ആ സമയത്ത് രാജീവ് ഖണ്ഡറാണ് അവിടുത്തെയും തന്ത്രി. അങ്ങനെ രാജീവ് ഖണ്ഡയുടെ പിൻഗാമിയായിട്ട് വീണ്ടും അയാൾ ഇന്നാവുന്നുണ്ട് 2006 ഇടവേളയ്ക്ക് ശേഷം. ആ സമയത്ത് 2007 ഒരു ചിത്രം കൂടി പുറത്തു വരുന്നുണ്ട്. ആ സമയത്തും ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? UDF-ന്റെ കാലത്ത് നിയമിതനായ G. രാമൻ നായർ. പക്ഷേ 2006 കഴിഞ്ഞ് സർക്കാർ മാറുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് സുധാകരൻ ദേവസ്വം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഉത്സവത്തിന് ഈ രാജീവ് ഖണ്ഡയുടെ തൊട്ടു പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് അതിനുശേഷം 2012 വരെ ഇയാൾ അവിടെ വാണിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് LDF-ന്റെ ഭരണകാലത്ത് പോലും ഇയാൾക്ക് രാജീവ് ഖണ്ഡയുടെ അനുഗ്രഹാശിസുകളോടുകൂടി അയാൾക്ക് ഉത്സവ പരിപാടികളിലും അതല്ലാതെയും ഒക്കെ കാർമ്മികത്വം കിട്ടി എന്നുള്ളതാണ്. 2012 കഴിഞ്ഞ് പൂജാരിയുടെ പരികർമ്മയായിട്ട് തരുമ്പോൾ ഇയാൾ അടുത്ത പദവിയിലേക്ക് മാറുന്നുണ്ട്. ഓർമ്മിക്കണം, UDF അധികാരത്തിൽ വരുന്ന 2011 ശേഷം ഇയാൾക്കൊരു പുതിയ ചുമതല അനൗദ്യോഗികമായിട്ട് കിട്ടുന്നു. എന്താണെന്നറിയാമോ? സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന പദവി. അന്ന് ആരായിരുന്നു? അന്ന് UDF-ന്റെ നിയമിതമായിട്ടുള്ള ദേവസ്വം ബോർഡ് അധികാരത്തിൽ വരുന്ന സമയത്ത് സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന പദവി കിട്ടുന്നു. ഓർമ്മിക്കണം, അന്ന് VS ശിവകുമാറും ജയകുമാറുമായിരുന്നു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്, അഥവാ ദേവസ്വം മന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പാത്രകുംഭകോണമൊക്കെ വരുന്നത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട സമയം. ആ സമയത്ത് ഇയാൾ സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായിട്ട് അന്നദാനത്തിന് വേണ്ടി 5 ലക്ഷം രൂപയാണ് അവിടെ കൊടുക്കുക. പക്ഷേ പിരിച്ചെടുക്കുന്നത് 5 ഇരട്ടിയാണ്. 25 ലക്ഷം രൂപ പിരിക്കും, 5 ലക്ഷം രൂപ കൊടുക്കും. ഇതായിരുന്നു അയാളുടെ പരിപാടി. സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ, അവിടുത്തെ വലിയ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്ന തട്ടിപ്പുകാരനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതൊരു സുനിൽ സ്വാമി, അതേപോലെ ഒരു റെജി, അതേപോലെ ഈ കക്ഷി, ഇവരൊക്കെ അവിടുത്തെ അവതാരങ്ങളായിരുന്ന സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരാണ്. അവർക്ക് അവിടെ വിലസാനുള്ള സാഹചര്യം ഒരുക്കിയത് ഈ തന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ്. അവിടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പൊ പിടിച്ച പത്മകുമാറിനെ വാസുവൊന്നുമല്ല, ഇവരുടെ അപ്പന്മാരാണ് അവിടെ ഭരിച്ചിരുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രാജീവ് ഖണ്ഡയുടെ സാന്നിധ്യത്തിൽ, അത് 2012-13 നോക്കൂ. ആ സമയത്തും വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് ഇയാൾക്കെതിരെ വന്നു. എന്താ സംഭവം അറിയോ? ഇയാൾക്ക് ID കാർഡ് ഇല്ല. ഇയാളെ വിജിലൻസ് പരിശോധിക്കുന്ന സമയത്ത് ID കാർഡ് ഇല്ല. എന്ത് പറഞ്ഞ ID കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഇയാളെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് പുറത്താക്കുന്നു. പക്ഷേ ഒരു ഒറ്റ വർഷം കഴിഞ്ഞ് 2014 ഇയാൾ വീണ്ടും ഇയാൾ ശബരിമല സന്നിധാനത്തേക്ക് വരികയാണ്. അവിടെ ആ സമയത്ത് ശിവകുമാറുണ്ട്, ജയകുമാറുണ്ട്, MP ഗോവിന്ദൻ നായരാണ് UDF-ന്റെ കാലത്ത് നിയമിതരായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗോവിന്ദൻ നായർ ഇരിക്കുന്ന സമയത്ത് വരുന്നു. സുഭാഷ് വാസുവാണെന്ന് ദേവസ്വം മെമ്പർ. ആ സമയത്താണ് വീണ്ടും അപ്പോൾ നോക്കൂ, ഇന്നാവുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2004, അതിനുശേഷം 2006 ശേഷം 2007 വരുന്നു, പിന്നീട് 2012 വരെ തുടരുന്നു, 2013 പിടിക്കപ്പെടുന്നു, 2014 വീണ്ടും ഇന്നാവുന്നു. അതിനുശേഷം 2015 ഇയാൾ ഈ പുറത്തു പോയതിനു ശേഷം കൂടുതൽ ശക്തരായിട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, രാഘവൻ, ഇടതുപക്ഷത്തിന്റെ അംഗമാണ് രാഘവൻ. ഇവര് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന സമയത്താണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പോകുന്നതും വരുന്നതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ്. ഇയാൾ കൂടുതൽ സർവശക്തനായിട്ടിരിക്കുന്നത് UDF-ന്റെ കാലത്താണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഈ MP ഗോവിന്ദൻ നായരുടെ സാന്നിധ്യത്തിൽ ഇയാൾ അവിടെ നടത്തിയ സ്പോൺസർഷിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. ആ സമയത്താണ്, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണ് ഈ കൊടിമരത്തിന്റെ കാര്യത്തിലുള്ള വലിയ കുംഭകോണം നടക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ. അജയ് തറയിൽ മറുപടി പറയേണ്ട ചോദ്യമാണ്. ഒന്ന്, ഈ ദേവസ്വം മാനുവൽ ലംഘിച്ചു എന്നതിൻ്റെ പേരിലാണല്ലോ പത്മകുമാർ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ച് അതിൽ സ്വർണ്ണപ്പാളി എന്ന് എഴുതേണ്ടതിന് പകരം അതിൽ പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പെന്ന് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. 2012 ദേവചൈതന്യം പ്രസംഗിക്കുന്ന സ്വർണ്ണം പൂശി എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് കുറ്റം. നോക്കൂ, 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, ദേവം ചൈതന്യം പ്രസരിക്കുന്ന ഭൗതിക വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വം ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കെ 2012 ആ ഉത്തരവ് കാറ്റിൽ പറത്തി കൊടിമരമെടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ തന്ത്രിക്ക് കൊടുത്തു? അതിന് മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കൊടിമരം ഏതൊക്കെ ഈ വാജിവാഹനം ഏതൊക്കെ പൂജയ്ക്ക് ഉപയോഗിച്ചു, അതിനുള്ള ഉത്തരവും ഇതുവരെ പറഞ്ഞിട്ടില്ല. കൊടിമരം സ്വർണം പൂശുന്ന സമയത്ത് ഫോണിക്സ് ഗ്രൂപ്പ് കൊടുത്ത 3,20,00,000 അപ്പുറം എത്ര രൂപ നിങ്ങൾ പിരിച്ചു? ഞാൻ ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വലിയ കുംഭങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ സ്വർണവും ഒക്കെ അതിനകത്ത് ഭക്തർ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം കോടതിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചൊരു അക്ഷര കമാന്ന് മിണ്ടിയിട്ടില്ല പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തലയിലെയും ദേവസ്വം ബോർഡിൻ്റെ കാലത്ത്. അപ്പോൾ ഈ പണം എവിടെ പോയി എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നേരത്തെ സ്മൃതിയുടെ ചർച്ചയിൽ V. ഗോപാലകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ തന്ത്രിയുടെ തൊട്ടടുത്ത മുറിയിൽ
ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുറിയിൽ ആൾ കാണില്ല, അന്ന് അജയ് തറയിലൊക്കെ ഇരിക്കുന്ന ദേവസ്വം മെമ്പറുടെ മുറിയിൽ ആൾ വരും. അവിടെ നിന്ന് ചർച്ച എന്താണ്? ശർക്കര, നെയ്യ് തുടങ്ങിയ സാധനങ്ങളുടെ പർച്ചേസിനെ കുറിച്ചുള്ള ഗൂഢാലോചന നടക്കുന്ന സ്ഥലമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ CPM-നോ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവർ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ശബരിമലയിലെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പല ദേവസ്വം ബോർഡുകളിൽ വന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേരിൽ നടന്ന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല വലിയ കുംഭകോണങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ആ അവസരം കോൺഗ്രസ് പരാജയപ്പെടുത്തി, ആ അവസരം കോൺഗ്രസ് നശിപ്പിച്ചു. പകരം ഒരു പാരടിപ്പാട്ട് എഴുതിയതിനെ കേവലം കക്ഷി രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ശബരിമല ഇനിയെങ്കിലും ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പത്മകുമാർ എന്നതുപോലെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ കാര്യത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനും അതേപോലെ അജയ് തറയിലും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ, ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ ഇനി ആ പാരടിപ്പാട്ടിനൊരു പ്രസക്തിയുമില്ലെന്ന് മാത്രമല്ല, ഇനി ആ പാട്ട് പാടിയാൽ നാട്ടുകാർ നിങ്ങളെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നമുക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്കും പോകണ്ട. അവതാരങ്ങൾ ഒരുപാട് നേതാക്കന്മാരുടെ സാന്നിധ്യം അറിയിച്ച് പ്രതീതി നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അക്ഷന്തവ്യമായ തെറ്റാണ്. കാരണം ഒരു കാരണവശാലും നമുക്ക് പൊറുക്കാനാവാത്ത തെറ്റാണ്. ഇതിനെ യഥാർത്ഥത്തിൽ VD സതീശൻ പറയേണ്ടിയിരുന്നത് എന്താ? ഈ UDF-ന്റെ കാലത്താണെങ്കിലും LDF-ന്റെ കാലത്താണെങ്കിലും ശബരിമലയിൽ ഏതെങ്കിലും തന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊക്കെ കുംഭകോണം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് പൂർണ്ണ പിന്തുണ SITക്ക് കൊടുക്കണ്ടേ? അതിനു പകരം എന്താ പറഞ്ഞറിയാമോ? ഈ SIT എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അവസാനത്തെ 2-3 ദിവസം സഭ സ്തംഭിപ്പിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല. തന്ത്രിയെ ചാരിയിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് തന്ത്രിയെ ചാരി രക്ഷപ്പെടാൻ നോക്കേണ്ടത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകൾ ആദ്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് താങ്ങുവീടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ശരി, അപ്പോഴെല്ലാം സർക്കാരിനും SITക്കും ഹൈക്കോടതിക്കും പൂർണ്ണ പിന്തുണ കൊടുത്ത് ശബരിമലയെ യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇച്ഛ കാണിച്ചില്ലെങ്കിൽ ED ഒന്നും ഈ കേസിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പുറത്തിപ്പോൾ നിൽക്കുന്നത് രാജീവ് ഖണ്ഡറാണ്, തന്ത്രിയാണ്. അതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൊടിയ കുംഭകോണമാണോ എന്നുള്ള ചോദ്യത്തിന് സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ തീവെട്ടി കുംഭകോണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അന്വേഷിച്ചാൽ പുറത്തു വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചില ആളുകൾ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊടിയ കുംഭകോണമോ എന്ന ചോദ്യത്തിന് 4 പേർ യെസ്.